എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് വീട് വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, എന്നാൽ വീട് പണി നടക്കാതിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ സർക്കാർ തലത്തിൽ വീടിന് അപേക്ഷ കൊടുത്തവരും കിട്ടിയവരും ഉണ്ട്, എന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്നാൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, ഭഗവാനെ ഞാൻ ഇത്രയും കാലം വാടകയ്ക്ക് കിടക്കുന്നത്, സ്വന്തമായിട്ട് എന്നാൽ എനിക്കൊരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള ഭാഗ്യങ്ങൾ. ജാതകത്തിലെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് 2026 വീട് മേടിക്കും, വീട് വെക്കും എന്നൊക്കെ. പക്ഷേ ജാതകത്തിലെ ഭാഗ്യങ്ങളുണ്ടായിട്ട് നമുക്ക് തടസ്സങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ വീട് പണി ആരംഭിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വീടില്ലാത്തവർ, അഥവാ നിലവിൽ വീട് സ്ഥലമൊക്കെ ഉണ്ടായിട്ടും ആ ഒരു പണി തീരാതെ നിൽക്കുന്ന ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനൊരു പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോയി ചെയ്യുന്ന ഭക്തജനങ്ങളാണെങ്കിൽ കൊടുങ്ങല്ലൂർ തന്നെ ചെയ്യണം, കാരണം അതായിരിക്കും കൂടുതൽ നല്ലത്. ദൂരെയുള്ള ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഉള്ള ഭദ്രകാളി ക്ഷേത്രത്തിലായിരിക്കും ഈ പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് പല മുഖാന്തരം വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ടാകും. ഒന്നെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ സ്ഥാനം കറക്റ്റായിരിക്കും. സ്ഥാനം കറക്റ്റാകുന്നത് സ്ഥാനം കറക്റ്റായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് വീടിൻ്റെ സ്ഥാനം കറക്റ്റായിട്ടും പണി നടക്കുന്നില്ല, ലോണുകൾ വെച്ചിട്ട് പാസ്സാകുന്നില്ല, പല രീതിയിലുള്ള തടസ്സങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിശ്വാസപ്രകാരം നമ്മളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ട് നോക്കിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അവിടെ മുമ്പ് സർപ്പദോഷമുള്ള സ്ഥലമാണെന്ന് പറയാം, വെച്ചാരാധനകളുള്ള സ്ഥലമാണെന്ന് പറയാം, വരുത്തുപോക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായം വെച്ച് പറയുവാണെങ്കിൽ നമുക്കും കൂടെ ഒരു വിശ്വാസത കാര്യങ്ങൾ അനുഭവപ്പെടണം ആ സ്ഥലത്ത് നിന്ന്, എങ്കിൽ മാത്രമേ നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കിയതിൻ്റെ പേരിൽ 10,000-30,000 രൂപയൊക്കെ കൊടുത്ത് പൂജാതി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം കൂടുതൽ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. ചെറിയ രീതിയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യും. മിക്ക ആൾക്കാർക്കും ചെയ്യുന്ന പറ്റിയിട്ടെന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഓരോരോ കാര്യത്തിലും മിക്ക ക്ഷേത്രങ്ങളിലും ഇല്ലെങ്കിൽ ഓരോരോ ആൾക്കാർ പറയുന്നത് കേട്ട് 30,000-50,000 എൻ്റെ കാശ് പോകുന്നൊക്കെ മിക്കവരും എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭക്തജനോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കഴിവതും 20,000, 15,000 ഇല്ലെങ്കിൽ 30,000 രൂപയുടെയൊക്കെ പൂജാതി കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ അന്ധമായ വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക. ഉള്ള വിശ്വാസ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വീട് പണിക്ക് തടസ്സം നിൽക്കുന്ന ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം കണ്ട്, നമുക്ക് ചെറിയ കാര്യം കൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അല്ലേ. അതാണ് ഈശ്വര അനുഗ്രഹം. അതായത് ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട് പണിക്ക് മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു തടസ്സം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറിക്കിട്ടും. അതായത് സ്വന്തമായിട്ട് വീടില്ലാത്തവർ, നിലവിൽ വീട് പണിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവരും, അതായത് വീടിൻ്റെ പണി വീടൊക്കെ വെച്ച് പക്ഷെ തടസ്സം വരുന്നത്, അതായത് സാമ്പത്തികം കിട്ടുന്നില്ല, ഓരോരോ പ്രശ്നങ്ങൾ, അതൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടാകാനും വീട്ടിലെ ദോഷങ്ങൾ മാറാനും, നമ്മുടെ വീട്ടിൽ അതേപോലെ തന്നെ ആഭിചാര ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, സ്വന്തമായിട്ട് വീട് കിട്ടാനും വീടില്ലാത്തവരൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. അപ്പം സംഭവം ഇതാണ്. ഇതൊരു വെള്ളിയുടെ ഒരു രൂപമാണ് വീടിൻ്റെ. ഈ ഒരു വെള്ളിയുടെ വീടിൻ്റെ രൂപം നമ്മുടെ അടുത്തുള്ള വെള്ളിക്കടയിൽ മേടിക്കുക. വെള്ളിക്കടയിൽ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് സ്ഥലമുള്ളവർ ആ സ്ഥലത്ത് നിന്ന് ആ വീട് ആരുടെ പേർക്കാണ് ഈ 2 കയ്യിലെടുത്ത്, എൻ്റെ വീടിൻ്റെ പണികളെല്ലാം ഒരു തടസ്സമില്ലാതെ കൊടുങ്ങല്ലൂർ അമ്മയെ മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അഥവാ അവിടെ ഫൗണ്ടേഷനൊക്കെ കെട്ടിയിട്ട് വീടൊക്കെ നിലവിലുണ്ട്, വീട് പണി നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതായത് വീട് ആരുടെ പേർക്കാണ് അവർ എന്ത് ചെയ്യണം, അവർ ചെന്നിട്ട്
അതിന് 3 പ്രദക്ഷിണം വെക്കുക. ഒരു പ്രദക്ഷിണം. അപ്പോൾ പ്രദക്ഷിണം വെക്കുമ്പോൾ കയ്യിൽ തേങ്ങ ഉണ്ടാകണം. അത് അമ്മമാരുടെ പേർക്കൊക്കെ വീട് കിടക്കുവാണെങ്കിൽ ചിലപ്പം ചിലവരുടെ പേരിൽ അമ്മമാരുടെ പേർക്കായിരിക്കും വീട് കിടക്കുന്നത്. അങ്ങനെയുള്ളവർ മക്കൾ ചെയ്ത് ഈ വഴിപാട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി അവരുടെ പേർക്ക്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതും ഒരു തേങ്ങ എടുത്തിട്ട് 3 പ്രദക്ഷിണം, അതായത് നമ്മുടെ വീടിന് 3 പ്രദക്ഷിണം വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു ദിവസം വെക്കുക. ഒരു ദിവസം വെച്ചിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഈ വെള്ളിയുടെ ഈ രൂപവും അതേപോലെ തന്നെ ഒരു തേങ്ങയായിട്ട്. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആ സ്ഥലസംബന്ധമായ ദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, കർമ്മത്തിലുള്ള തടസ്സങ്ങൾ എല്ലാം മാറി നമുക്ക് എന്താ പറയുക, വീട്ടിലെ അനർത്ഥങ്ങളെല്ലാം മാറി എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും തരുന്നതായിരിക്കും ദേവി കൊടുങ്ങല്ലൂരിലമ്മ, അല്ലേ? അപ്പോൾ ഇത് ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുക. അതാണ് നമ്മൾ ദേവിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തവർ, നിലവിൽ വാടകയ്ക്ക് കിടക്കുന്നവർ, സ്ഥലമൊന്നും മേടിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഒരു വീട്, അതായത് നമ്മൾ ഈ വെള്ളിയുടെ ഒരു വീട് മേടിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് ഒരു വർഷത്തിന് മുമ്പ് ഒരു വീട് മേടിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ നടയെ കൊണ്ട് വെച്ചാലും മതി. അഥവാ വീട് പണി നടക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. സ്ഥലം മേടിച്ചിട്ട് വീട് ഇതുവരെ ഫൗണ്ടേഷൻ പോലും കെട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഭക്തജനങ്ങളും ഈ ഒരു വെള്ളിയുടെ വീട് നമ്മുടെ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു തേങ്ങയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെക്കുക. തേങ്ങ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ തേങ്ങ അവരുടെ അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. കാരണം വാടക വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട. അമ്പലത്തിൽ ഒരു വെള്ളിയുടെ ഒരു വീട് മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അമ്പലത്തിൽ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ നേരെ നിന്ന് പ്രാർത്ഥിച്ച് ദേവി ഒരു വർഷത്തിനും എനിക്ക് വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഇത് നടക്ക് സമർപ്പിക്കുക. ഒരു കാര്യം, ഈ വെള്ളിയുടെ ഇത് കൊടുങ്ങല്ലൂർ നടക്കി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചേക്കണം. കാരണം ചില ക്ഷേത്രങ്ങളിൽ നമ്മുടെ വെള്ളി രൂപങ്ങളൊക്കെ ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുന്നത്. അത് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നടയെ സമർപ്പിക്കുക. സാധാരണ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ വെള്ളിയുടെ രൂപം നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പറയും ഭണ്ഡാരത്തിലിട്ടേക്കാൻ പറയും. അത് അവിടെ നിൽക്കുന്ന അമ്പലത്തിൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരോ ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ട നമ്മൾ രസീത് എഴുതാൻ പോകുമ്പോഴത്തേക്ക് വേണ്ടപ്പെട്ടവരായിട്ടൊന്ന് ചോദിക്കുക, വെള്ളിയുടെ ഒരു രൂപമുണ്ട്, അത് നടയെ വെക്കണോ അത് ഭണ്ഡാരത്തിലുണ്ടെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് അവിടെ സമർപ്പിക്കുക. ഇത് വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ കൃത്യം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീടും കാര്യങ്ങളൊക്കെ കിട്ടും. ഭക്തിയും വിശ്വാസവും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മുടെ കാര്യം ദേവി തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു തരും. അതേപോലെ തന്നെ വീട് പണി നടക്കാത്തവർ ലോണൊക്കെ പെട്ടെന്ന് തന്നെ പാസ്സായി നമുക്ക് അതിനുള്ള വഴികളും തുറന്നു വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ഭക്തങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് പ്രത്യേകമായി നോക്കി പറഞ്ഞു തരുന്നതാണ്.